നമുക്കിനി ജാർഖണ്ഡിലേക്കൊന്ന് പോകേണ്ടതുണ്ട്. അതെ, അവിടെയും ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുകയാണ്. ആകെയുള്ള 81 മണ്ഡലങ്ങളാണ്. അതിൽ 43 മണ്ഡലങ്ങളാണ് ആദ്യഘട്ടത്തിൽ പോളിംഗ് ബൂത്തിൽ എത്തുന്നത്. 6 മന്ത്രിമാർ ഉൾപ്പെടെ 683 സ്ഥാനാർത്ഥികളാണ് ഇന്ന് ജനവിധി തേടുന്നത്. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ബൽറാം, ഗുഡ് മോർണിംഗ്. ബൽറാം, എനിക്ക് തോന്നുന്നു ചമ്പൈ സോറന്റെ സ്ഥാനാർത്ഥിത്വം, അതുപോലെ ജംഷഡ്പൂർ, റാഞ്ചി ഉൾപ്പെടെയുള്ള പ്രധാന മണ്ഡലങ്ങളുണ്ട്. അമിത്ഷാ ഉൾപ്പെടെ ദേശീയ നേതാക്കൾ എല്ലാവരും പ്രചാരണത്തിന് എത്തുകയും ചെയ്തിരുന്നു. വീറും വാശിയും ഒട്ടും കുറവായിരുന്നില്ല. ഇന്നിപ്പോൾ എത്ര മണിക്കാണ് അവിടെ വോട്ടിംഗ് തുടങ്ങുക? വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് സ്മിത, റിജിത്ത്. ജാർഖണ്ഡിലെ തെരഞ്ഞെടുപ്പ് ഇത്തവണ ജാർഖണ്ഡ് സംസ്ഥാനത്തിൻ്റെ കഴിഞ്ഞ 24 വർഷത്തെ ചരിത്രത്തിൽ ഏറ്റവും വാശിയേറിയ തെരഞ്ഞെടുപ്പാണ്. പ്രത്യേകിച്ചും ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷമല്ല ജാർഖണ്ഡ് രാഷ്ട്രീയ ചർച്ചാ വിഷയമായത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ഏതാണ്ട് 1 വർഷം മുമ്പ് തന്നെ ജാർഖണ്ഡിൽ ഇത്തവണ ഭരണം പിടിക്കാനുള്ള ശ്രമം BJPയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതിനാവശ്യമായ പ്രചരണങ്ങൾ ആരംഭിച്ചിരുന്നു. അതിൽ സർക്കാരിനെ അട്ടിമറിക്കാനുള്ള നീക്കം എന്നതടക്കം ഇന്ത്യ സഖ്യം ആരോപണം ഉന്നയിക്കുകയും അതിനെ പ്രതിരോധിക്കാനുള്ള നീക്കങ്ങൾ നടത്തുകയും ചെയ്ത ഘട്ടം മുതൽ തന്നെ ജാർഖണ്ഡ് രാജ്യത്തിൻ്റെ രാഷ്ട്രീയ ശ്രദ്ധാകേന്ദ്രമാണ്. സാധാരണ നിലയിൽ ജാർഖണ്ഡ് പോലെ ഒരു സംസ്ഥാനം അത് ഈ കഴിഞ്ഞ കാലങ്ങളിലൊന്നും തന്നെ ഇത്രത്തോളം ദേശീയ രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. വാശിയേറിയ പ്രചരണം തന്നെയാണ് ജാർഖണ്ഡിൽ ഇത്തവണ നടന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ അടക്കമുള്ള നേതാക്കൾ പ്രചരണത്തിനായി പലതവണ സംസ്ഥാനത്ത് പറന്ന് ഇറങ്ങുന്ന സാഹചര്യമുണ്ടായി. ഒപ്പം തന്നെ ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം സഖ്യത്തിൻ്റെ ശക്തി പ്രകടനം വേദി ഉൾപ്പെടെ ജാർഖണ്ഡിൽ രൂപീകരിക്കപ്പെട്ടു. സഖ്യ നേതാക്കൾ എല്ലാവരും തന്നെ പ്രചരണം നടത്തിയെങ്കിൽ പോലും ഇന്ത്യ സഖ്യം അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ അല്ലെങ്കിൽ ദേശീയ തലത്തിലുള്ള രൂപത്തിൽ ജാർഖണ്ഡിൽ ഇത്തവണ ഇല്ല എന്നുള്ളതാണ്. ഇടത് പാർട്ടികൾ 2 എണ്ണം ഒറ്റയ്ക്ക് മത്സരിക്കുകയാണ്. ജാർഖണ്ഡിൽ ഇത്തവണ ആദ്യ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് 43 മണ്ഡലങ്ങളിലേക്കാണ്. സംസ്ഥാനത്തെ 81 സീറ്റുകൾ ആകെയുള്ളതിൽ 43, പകുതിയിലേറെയും ആദ്യഘട്ടത്തിൽ തന്നെ മത്സരം നടക്കുകയാണ്. 15 ജില്ലകളിലായാണ് ഈ 43 മണ്ഡലങ്ങൾ. അത്യന്തം വാശിയേറിയ പ്രചരണം, പല വിഷയങ്ങൾ ജാർഖണ്ഡിൽ ഇത്തവണ ഉണ്ടായിരുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. ദേശീയ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ജാർഖണ്ഡിനെ വിളിക്കുന്ന ഒരു പേര് എന്നുള്ളത് ദരിദ്രരായ മനുഷ്യർ താമസിക്കുന്ന സമ്പന്നമായ സംസ്ഥാനം എന്നുള്ളതാണ്. 21 മൂലകങ്ങൾ ജാർഖണ്ഡിൽ നിന്നും കുഴിച്ചെടുക്കുന്നുണ്ട്. എന്നാൽ അതിൻ്റെ ഗുണം അവിടുത്തെ പ്രദേശവാസികൾക്ക് ലഭിക്കുന്നില്ല, വികസനം എത്തുന്നില്ല എന്നുള്ളതാണ് പ്രധാന ചർച്ച. ഈ കഴിഞ്ഞ കാലയളവിലെല്ലാം തന്നെ രാഷ്ട്രീയ അസ്ഥിരത ഒരു പ്രശ്നമായിരുന്നു സംസ്ഥാനത്ത്. കഴിഞ്ഞ 2 സർക്കാരുകൾ മാത്രമാണ് 5 വർഷം പൂർത്തിയാക്കിയത്. ഇതെല്ലാം തന്നെ ചർച്ചയാണ് ഈ തെരഞ്ഞെടുപ്പിൽ. ഒപ്പം തന്നെ ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റം ഒരു പ്രധാന ചർച്ചയായതാണ്. തെരഞ്ഞെടുപ്പ് രാവിലെ 7 മണിക്ക് വോട്ടെടുപ്പ് ആരംഭിക്കും. ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകുകയായിരുന്നു. ദേശീയ രാഷ്ട്രീയം ശ്രദ്ധയോടുകൂടി ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പാണ് ജാർഖണ്ഡിലേത്. അത് ഹേമന്ത് സോറിനെ സംബന്ധിച്ചിടത്തോളം, JMMനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ അതിനിർണായകം എന്ന് മാത്രം വിശേഷിപ്പിക്കാവുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അവരെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം.